റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകം റോസ് ഫാമിലിയിൽ പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോടായി ഒരു ചെറിയൊരു ചിന്ത ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയാണ്. അപ്പോൾ തന്നെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കാൻ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ദിവസം കുറഞ്ഞ പക്ഷം നമ്മളെല്ലാവരും രാവിലെയും വൈകിട്ടെങ്കിലും നമ്മൾ 2 നേരം പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ചിലരൊക്കെ ഏത് സമയവും പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും അങ്ങനെയൊക്കെയാണ്. എനിക്ക് കിട്ടുന്ന സമയം അങ്ങനെ സമയഭേദമൊന്നുമില്ല. ഏത് സമയവും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സ്വഭാവം എനിക്കുമുണ്ട്. ഞാൻ നിങ്ങളോടായിട്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ ഒരുപാട് കാര്യങ്ങളല്ലേ ദൈവസന്നിധിയിൽ നിരത്തി വെക്കുന്നത്. അപ്പൻ്റെ പാദപീഠത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പ എനിക്ക് അങ്ങനെ വേണം, എനിക്കിത് വേണം, അത് വേണം, ഇങ്ങനെ തുടങ്ങി ഒരു വലിയ നിര തന്നെ, വലിയൊരു ലിസ്റ്റ് തന്നെ ദൈവസന്നിധിയിൽ നമ്മൾ നിരത്തി വെക്കാറുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയോ, കർത്താവ് ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നോ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടോ, അംഗീകരിച്ചോ എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരുവനുമായിട്ട് ദൈവത്തിന് അഭേദ്യ ബന്ധമുണ്ട്. പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് ബന്ധം ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തന്നെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഏത് സമയവും പ്രാർത്ഥിക്കണം. ഏത് സമയം കർത്താവിനോട് സംസാരിക്കണം. പ്രാർത്ഥിക്കുന്ന ഒരുവന് ദൈവത്തോട് സംസാരിക്കാൻ കഴിയും. കർത്താവിൻ്റെ പ്രാർത്ഥനയിലൂടെയാണല്ലോ നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഏത് സമയവും നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഞാൻ ഉദാഹരണത്തിന് നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ഒരാൾക്ക് ഫോൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപക്ഷെ അവർ സംസാരിക്കുന്നത് ക്ലിയർ ആകുന്നില്ലെങ്കിൽ നമ്മളുടനെ എന്തു ചെയ്യും, നമുക്ക് മനസ്സിലാകും ഇത് ഒരു വേള ഇവിടെ റേഞ്ച് ഇല്ലാഞ്ഞിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചോദിക്കുന്നത്, കേൾക്കാമോ, എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, കേൾക്കാമോ എന്ന് ചോദിക്കും. കിട്ടുന്നില്ല എന്നുള്ള ഒരു ഉറപ്പാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ട് വീണ്ടും നമ്മൾ എന്തു ചെയ്യും, വിളിച്ചിട്ട് വീണ്ടും നമ്മൾ ചോദിക്കുക, എൻ്റെ ശബ്ദം കേൾക്കാമോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ? അങ്ങനെയല്ലേ നമ്മളെല്ലാവരും ചെയ്യുന്നത്. ഹലോ, എൻ്റെ ശബ്ദം കേൾക്കാമോ എന്നിങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മറിച്ച് നമുക്കൊരു ശബ്ദം ഓപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്നവരെ കിട്ടിയെന്ന് കൺഫേം ചെയ്യുമ്പോഴാണ് നമ്മൾ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് കർത്താവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ചുമ്മാ ഓടിപ്പോയിരുന്നു പ്രാർത്ഥിച്ചിട്ട് കർത്താവേ സ്വോത്രം എന്ന് പറഞ്ഞിട്ട് വരാനായിട്ടല്ല. അങ്ങനെയല്ല പ്രാർത്ഥന. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. പാപം ചെയ്ത ഒരു വ്യക്തി പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ കർത്താവിനോട് ക്ഷമ ചോദിക്കാതെ അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ദൈവം അംഗീകരിക്കത്തുമില്ല കേട്ടോ. അത് മനസ്സിലാക്കണം. അതായത് സഹോദരനെ നിസാര എന്ന് കരുതിയാൽ അതേ വലിയ പാപമാണ്. അങ്ങനെയാണ് വചനം പറയുന്നത്. അപ്പം സഹോദരനോട് നിരപ്പ് പ്രാപിച്ചിട്ട് അതിന് ശേഷം വന്ന് വേണം നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കുവാനായിട്ട്. അതായത് നമ്മുടെ ഭാഗത്ത് നമ്മുടെ വാക്കിലോ നോട്ടത്തിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ കൊടുക്കൽ വാങ്ങലുകളിലോ ഒക്കെ നമുക്ക് കുറവുകൾ വരാം. അതൊക്കെ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചിട്ട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ. എങ്കിൽ മാത്രമേ ആ പ്രാർത്ഥന ദൈവം അംഗീകരിക്കത്തൂ ഉള്ളൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അനേക പ്രാർത്ഥന വീരന്മാരെക്കുറിച്ചൊക്കെ വേദപുസ്തകം നന്നായിട്ട് വ്യക്തമായി വിളിച്ച് പറയുന്നുണ്ട്. അനേക സ്ത്രീകളെക്കുറിച്ചും പറയുന്നു, പുരുഷന്മാരെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം, എസ്തേറിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ എസ്തേർ സ്വന്തം ജനത്തിനൊരു പ്രശ്നം വന്നപ്പോൾ എസ്തേർ എന്ത് ചെയ്തു, സ്വന്തം ജനത്തോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഉപവാസം നിയമിക്കാൻ പറഞ്ഞു, എല്ലാവരും ഉപവാസം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു പവറാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരും ശക്തമായി പ്രാർത്ഥിച്ചു. അവരുടെ വിഷയത്തിന് വിടുതലുണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അത് മാത്രമല്ല, ദൈവം എസ്തേറിൻ്റെ പ്രാർത്ഥന അംഗീകരിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാമല്ലോ, പ്രാർത്ഥനാ വീരനായിരിക്കുന്ന ദാനിയേൽ യെരൂശലേം ദേവാലയത്തെ ലക്ഷ്യമാക്കി 3 പ്രാവശ്യം ഒരു ദിവസം പ്രാർത്ഥിക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ 3 നേരവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. അപ്പോൾ തന്നെ ദാനിയേലിന് എത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും, എന്തെല്ലാം ജോലി കാര്യങ്ങളുണ്ടായാലും ദാനിയേൽ ആ 3 നേരവും കൃത്യസമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ദാനിയേലിന്
ദാനിയേലിന് വലിയ പ്രതിസന്ധികളൊക്കെ നേരിട്ടപ്പോഴും ദാനിയേൽ അവിടെയൊക്കെ തല നിവർന്ന് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്കറിയാലോ, ഭക്തനായിരിക്കുന്ന ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോഴും ദാനിയേലിന് ഒരു ഭയം ഉണ്ടായിരുന്നില്ല. ദാനിയേലിന് ഒരു വിഷമവും ദുഃഖവും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ദാനിയേൽ വിശ്വസിക്കുന്ന ദൈവം, ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ദൈവം ദാനിയേലിനെ വിടുവിക്കും എന്നുള്ള ഒരു പൂർണ്ണ ധൈര്യം ദാനിയേലിനുണ്ടായി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഉറച്ചു വിശ്വസിക്കേണ്ടതെന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥനയിൽ നമ്മൾ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ, പ്രാർത്ഥനയിൽ നമ്മൾ മുന്നേറിക്കഴിഞ്ഞാൽ നിശ്ചയമായും നമുക്ക് ഈ ലോകത്തിൽ വരുന്ന കഷ്ടങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ കടന്നു വന്നാലും നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്യുമെന്നുള്ള ഒരു പ്രത്യാശ ധൈര്യം സ്വർഗം നമുക്ക് ദാനമായി തരും. എത്ര കുഞ്ഞുങ്ങൾക്ക്, എത്ര പേർക്ക്, എത്ര സഹോദരങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ കഴിയും? അപ്പം നമുക്ക് ഈ ലോകത്തിലാകുമ്പോൾ നമുക്ക് ഒരുപാട് കഷ്ടങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ്. ആ സമയത്തൊക്കെ നാം എന്ത് ചെയ്യണമെന്നറിയാം? പ്രാർത്ഥനയിൽ മുന്നേറണം. നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. നമ്മൾ രാത്രിയുടെ യാമങ്ങളിലൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ഈ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം കൃത്യമാണെങ്കിൽ നിശ്ചയമായും ആ സമയമാകുമ്പോൾ ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കും. ഞാൻ ഒരു ഉദാഹരണത്തിന് പറയാം. അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നവരാണ് പലരും. യൂട്യൂബ് ചാനലിൽ കൃത്യതയോടുകൂടി എന്നും ഇടുന്ന അതേ ടൈമിൽ പ്രോഗ്രാം ഇട്ട് കഴിഞ്ഞാൽ അത് യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് പ്രൊമോഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റ് സഹോദരങ്ങൾ, ഓഡിയൻസൊക്കെ നമ്മുടെ ആ സമയം കൃത്യമായും ശ്രദ്ധിക്കുന്നവരായി മാറും. അപ്പോൾ കൃത്യത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ രാത്രിയുടെ യാമങ്ങളിൽ ഇതുപോലെ തന്നെ ഉണർന്നിരുന്ന് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സൊസൈറ്റി, അതുപോലെ തന്നെ നമ്മുടെ ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കാൻ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്ന സമയം, നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങളെ ചിലവഴിക്കുന്ന നിമിഷങ്ങൾ കർത്താവ് എഴുന്നേൽക്കും. കർത്താവ് നമ്മളെ അടുത്ത ദിവസം എഴുന്നേൽപ്പിക്കും. നമുക്ക് അലാറം ആവശ്യമില്ല, നമ്മളെ എഴുന്നേൽപ്പിക്കും. ദൈവം തട്ടി എഴുന്നേൽപ്പിക്കും. മനസ്സിലായോ? അതാണ് പ്രാർത്ഥനയുടെ ഒരു മാഹാത്മ്യം എന്ന് പറയുന്നത് തന്നെ. എനിക്കറിയാം, എന്നെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ കൃത്യം 4:30 മണിക്ക് ഞാൻ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ ദിവസവും 4:30 ഞാൻ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനേക്കാൾ മുൻപ് എഴുന്നേറ്റെങ്കിലേ ഉള്ളൂ. പക്ഷേ ഞാൻ 4:30 ഞാൻ ഉണർന്നിരിക്കും. എന്തായാലും എത്ര ലേറ്റായിട്ട് ഞാൻ ഉറങ്ങിയാലും ഞാൻ 4:30 മണിക്ക് കൃത്യമായി എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അതിന് അലാറം ആവശ്യം ഇല്ല. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഉറങ്ങിപ്പോയി. ഒരു ദിവസം, ഞാനിപ്പോൾ ഉള്ള കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഉറങ്ങിപ്പോയി. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അയ്യോ കർത്താവേ, ഞാൻ ഉറങ്ങിപ്പോയല്ലോ. ഉറങ്ങിയാൽ ജീവിതത്തിൽ പരാജയമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വെളുപ്പിനെ ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്ന ആ സമയത്ത് തന്നെയാണ്. അതുപോലെ വിഷയങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് തന്നെയാണ്. അപ്പം ഞാൻ എല്ലാവരും മറ്റുള്ളവരുടെ ഒരു പ്രശ്നമോ സൗണ്ടുകളോ ഒന്നും ഇല്ലാത്തൊരു സമയം നോക്കി ഞാൻ ചൂസ് ചെയ്യുന്നത് 4:30 മണിയൊക്കെയാണ്. അപ്പോൾ ഞാൻ അന്ന് ഞാൻ ഉറങ്ങിപ്പോയപ്പോൾ ഉറങ്ങി എഴുന്നേറ്റത് 6 മണിയായിപ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമമുണ്ടായി. ഞാനങ്ങ് കരഞ്ഞിരുന്നു, മാറിയിരുന്ന് ഞാൻ നിലവിളിച്ചിട്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താ അപ്പച്ച എന്നോട് ഇങ്ങനെ ചെയ്തേ? ഞാൻ ഇങ്ങനെയാണ് ചോദിച്ചത്, കർത്താവ് എന്താ അപ്പച്ച എന്നോട് ഇങ്ങനെ ചെയ്തേ? എന്നെ എഴുന്നേൽപ്പിച്ചിരുന്നെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തീർത്താനല്ലോ, ഇപ്പം എനിക്കെല്ലാം പെൻഡിങ് ആയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. സത്യം അതാണ്. എനിക്ക് വിഷമം താങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ നിലവിളിച്ചു, എൻ്റെ സമയം പോയല്ലോ എന്ന് ഓർത്തിട്ട്. പിറ്റേ ദിവസം എൻ്റെ സഹോദരങ്ങളെ 4:30 മണിയായപ്പോൾ എന്നെ ആരോ അടിച്ചതുപോലെ എനിക്ക് തോന്നി. എഴുന്നേൽക്കാൻ പറഞ്ഞു. മണി 4:30 എന്ന് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഉണർന്നുടനെ എനിക്ക് മനസ്സിലായി, എൻ്റെ കർത്താവ് അപ്പച്ചൻ എന്നെ എഴുന്നേൽപ്പിച്ചതാണ്. എൻ്റെ കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചതാണ്. എനിക്ക് സന്തോഷവും എനിക്ക് ഭയങ്കര അത്ഭുതവും തോന്നി. എൻ്റെ ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണ്. ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥന മാത്രം കേൾക്കുന്നില്ല? ചിലരൊക്കെ പറയാറുണ്ട്, എൻ്റെ പ്രാർത്ഥന മാത്രം കർത്താവ് അംഗീകരിക്കത്തില്ല, എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കത്തില്ല എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെയല്ല. കർത്താവ് നമ്മുടെ ചെറിയ പ്രാർത്ഥന പോലും കർത്താവ് ശ്രദ്ധിക്കുന്ന ദൈവമാണ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയെ അവഗണിക്കത്തില്ല, മറിച്ച് കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തക്കതുപോലെ മറുപടി തരും. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കണ്ണുനീരിനെ കർത്താവ് തുരുത്തിയിലാക്കി വയ്ക്കും. എന്തിനാണെന്നറിയാമോ? കർത്താവ് തക്ക സമയത്ത് നമുക്കതിന് മറുപടി തരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒരിക്കലും കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരത്തില്ല എന്ന് വിചാരിക്കുകയേ വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നാം ചിന്തിച്ചു വരുന്നത് ദാനിയേലിൻ്റെ ചരിത്രമാണ്. ദാനിയേൽ എല്ലാ ദിവസവും അത് മൂന്ന് നേരവും
ദാനിയേൽ പ്രാർത്ഥിക്കുമായിരുന്നു. അത് ദാനിയേലിന് അനുഗ്രഹമായി നന്മയായി മാറിയെന്ന് വേണം നമുക്ക് ചിന്തിക്കുവാനായിട്ട്. നമുക്കറിയാം ഷാദ്രാക്ക്, മേശക്ക്, അബേദ്നെഗോ എത്ര സ്ട്രോങ് പേഴ്സൺസ് ആയിരുന്നു അല്ലേ? എത്രമാത്രം സ്ട്രോങ് ആയിരുന്നു. അവർക്ക് എത്ര വലിയ പ്രതികൂലമാണ് ഉണ്ടായത്. അത് അഗ്നിച്ചൂളയെ 7 മടങ്ങായി വർദ്ധിപ്പിക്കുമ്പോൾ പോലും അവർ എന്താ പറഞ്ഞത്? ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ പ്രാർത്ഥനയുടെ ആ ഒരു സ്ട്രെങ്ത് എത്ര വലുതാണ്. അപ്പോൾ അത് കണ്ടിട്ട് കർത്താവ് മാറിയിരുന്നു. കർത്താവ് എന്ത് ചെയ്തു? അവരെ 3 പേരെയും കൂടെ കൈയും കാലും ബന്ധിച്ചവരെ അഗ്നിയിലേക്ക് വലിച്ചെറിയുമ്പോൾ കർത്താവ് അവരുടെ പിറകിലായിട്ട് 4-മനായിട്ട് നടകൊണ്ട ഒരു കർത്താവല്ലേ നമ്മുടെ ദൈവം. അവർക്ക് അവരുടെ പിന്നിലായിട്ട് അവരോടുകൂടെ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. വചനം പറയുന്നു, മനുഷ്യപുത്രന് തുല്യനായവൻ നടന്നു നീങ്ങുന്നത് കാണുവാൻ കഴിഞ്ഞു എന്ന അല്ലേ? അപ്പോൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പോടുകൂടി, വിശ്വാസത്തോടുകൂടി, പ്രത്യാശയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന സ്വർഗം അംഗീകരിക്കും. നിശ്ചയമായും കർത്താവ് അതിന് മറുപടി തരുന്ന ദൈവമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പ്രിയ ദൈവമക്കളെ, അനേക പ്രാർത്ഥന വീരന്മാരെക്കുറിച്ചും പറയുവാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനത് ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ പ്രാർത്ഥന എന്ന് പറയുന്ന സ്വർഗം തുറക്കുന്ന താക്കോലാണ്. പ്രാർത്ഥന എന്ന് പറയുന്ന സ്വർഗം തുറക്കുന്ന താക്കോലാണ്. നമ്മൾ ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ അത് ആ പ്രാർത്ഥന എത്തിയിരിക്കും. നമ്മൾ ഭൂമിയിൽ തുറക്കുന്നത് സ്വർഗത്തിൽ തുറക്കപ്പെടും. അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ അത് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്ന, പവർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നേറണം. പ്രാർത്ഥനയിൽ മുന്നേറണം. ആര് വരുന്നോ വരുന്നില്ലയോ, നമ്മൾ ഉടനെ തന്നെ നമ്മൾ ആ സമയമാകുമ്പോൾ വെളുപ്പിനെ ആരെ കണ്ടാലും കണ്ടില്ലെങ്കിൽ എഴുന്നേറ്റ് നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മൾ 2 പാട്ട് പാടി പ്രാർത്ഥിക്കുമ്പോൾ ഭവനത്തിലുള്ളവർക്ക് ഉറങ്ങുവാൻ കഴിയുമോ? ഒരു ദിവസം 2 ദിവസമൊക്കെ ചിലപ്പോൾ മാറി അവർ കിടക്കുമായിരിക്കും. പക്ഷേ 3-ാമത്തെ ദിവസവും നിങ്ങളിങ്ങനെ പ്രാർത്ഥന അതേ സമയത്ത് തുടരുമ്പോൾ ഇവർക്ക് അവരിലുള്ള ആത്മാവിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവർ ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റ് വന്നിരിക്കും, നമ്മുടെ കൂടെ വന്നിരിക്കാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വിട്ടു പോകരുത്. പ്രാർത്ഥനയിൽ നമ്മൾ ശക്തിപ്പെടണം, മുന്നേറണം. നമ്മൾ പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. മനസ്സിലായോ? എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ദൈവം നമ്മളിലേക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? അത് രക്തം ഇല്ലാത്തവൻ എന്നാണ്. ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നത് അവനിൽ രക്തം ഇല്ല എന്നാണ്. അതേസമയം പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ മരിച്ചു പോകുമെന്നതും മറന്നു പോകരുത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരുവൻ ചലിക്കുന്ന പ്രാണിയെ പോലെ എന്നൊക്കെയാണ് വചനം പറയുന്നത് അല്ലേ? അവൻ ചലിച്ചുകൊണ്ടേയിരിക്കും. ഏത് നിമിഷവും അവന് അങ്ങോട്ട് പോകും, പാടാൻ കഴിയും, പ്രാർത്ഥിക്കാൻ കഴിയും. അവൻ്റെ ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് നല്ല ദൈവികമാകുന്ന പാട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും, മൂളിപ്പാടിക്കൊണ്ടേയിരിക്കും. ഞാൻ പാടാറുണ്ട്. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല. പക്ഷേ ഞാൻ ഏത് സമയവും കർത്താവിനെ സ്തുതിക്കുന്ന പാട്ടുകൾ മാത്രം ഞാനിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അത് ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ഓർത്ത് കഴിഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ ആരാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ പാട്ടും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായി മാറണം. നമുക്കറിയാമല്ലോ, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തെ കുലുക്കുവാൻ ദൈവത്തിന് കഴിയും അല്ലേ? പൗലോസിൻ്റെയൊക്കെ ഒരൊറ്റ പാട്ടാണ്. രാത്രിയുടെ യാമത്തിൽ അവർ എഴുന്നേറ്റ് പാടി അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹമൊക്കെയും ആടി, അല്ലെങ്കിൽ കാരാഗ്രഹത്തിന് അടിസ്ഥാനങ്ങൾ കുലുങ്ങി എന്നാണ് വചനം പറയുന്നത്. അവരെ ബന്ധിച്ചിരുന്ന ആ ചങ്ങലയൊക്കെ പൊട്ടിത്തെറിക്കുവാനായിട്ട് ഇടയായി തീർന്നു അല്ലേ? അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ ശക്തി അവിടെയാണ്. ആകയാൽ കുഞ്ഞുങ്ങളെ രാത്രിയിലൊക്കെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, വെളുപ്പിനെ പ്രാർത്ഥിക്കണം. നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ദൈവമായിട്ടുള്ളൊരു വലിയ ബന്ധം സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് തുടങ്ങണം. ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല എങ്കിൽ നിശ്ചയമായും എൻ്റെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ നിങ്ങളെ സമർപ്പിച്ച് കൊടുത്തിട്ട്, കർത്താവേ, ഇന്ന് മുതൽ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തും, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു മകളായി മാറും എന്നുള്ള നല്ല ഒരു സമർപ്പണം നമുക്കുണ്ടാകണം. ദൈവം നമ്മെ സഹായിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പറുകൾ ഇട്ടാൽ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുവാൻ ഒരുക്കമുള്ളവരാണ്. റോസ് ഫാമിലിയുടെ 2 വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. 2 വാട്സപ്പ് കൂട്ടായ്മയിലും എനി ടൈം പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്ത്യക്ക് പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന
പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ അനേക സാക്ഷ്യങ്ങളും ഒക്കെ ഉള്ള ഒരു വലിയൊരു ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വിഷയമായിരുന്നാലും പ്രാർത്ഥനാ വിഷയം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ നാളുകളായി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് എല്ലാവരെയും ഈ ചെറിയ ആലോചനയിനാളെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.